വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഇന്നലത്തെ ടെൻറ്റിലെ താമസമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരിതാണ്. ചോക്കൂട്ടിനൊക്കെ നേരത്തെ എഴുന്നേറ്റു. ഞങ്ങൾ രാവിലെ ചായ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. ഇന്നും വെതർ ഭയങ്കര ക്ലൗഡിയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പേര് ക്യാമ്പ് സ്കൈ എന്നാണ്. 2 ദിവസം താമസിക്കുന്നതിന് 52 പൗണ്ട് സംതിങ് ആണ്. അടിപൊളി വ്യൂ ആണ്. എല്ലാവരും കുക്കിങ്ങിലാണ്. നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. നൂഡിൽസ് ആൻഡ് കട്ടൻ ചായ. ലുക്ക്, എന്താ ലുക്ക് ഉണ്ട്? അതെടുക്ക്. എന്താ അത്? ചായ കുടിക്ക്. നല്ല ചൂടൊന്നും ഇല്ല, നല്ല ചായ ആണോ? നൂഡിൽസ് തിളച്ചോണ്ടിരിക്കുന്നു. നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവരും കഴിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, നമ്മുടെ 2ാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണെന്ന് തോന്നുന്നു. ഇന്ന് ഞങ്ങൾ ഐലോസ്കൈ ആണ് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് തിരിച്ച് ഈ ക്യാമ്പ് സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. ഇന്നും കൂടെ ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ അതിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. എന്ത് രസം നോക്കി വെള്ളം. ഹായ്, ഞാൻ ലുക്കിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മേ, ഇതാണ് മോനെ ബ്യൂട്ടി. ഇത് 1 2 3 4 ഇത് 4 ഗ്ലേസിയേഴ്സ്, 4 സിസ്റ്റേഴ്സ് അല്ല, 1 2 3 4 5 എണ്ണം, 5 സിസ്റ്റേഴ്സ്. മൊബൈലിൽ അത്രയും ഭംഗിയായിട്ട് ഇല്ല മോളെ, എന്ത് രസമാ. അതിന്റെ ആ ഏറ്റവും മോളിൽ നിന്ന് ആ മഞ്ഞ് പോകുന്നുണ്ടോ? എന്ത് രസം അത്. പെട്ടെന്ന് ഒരു വ്യൂ. അത് ഭയങ്കരമായ വ്യൂ കേട്ടോ. ഷോപ്പ് ചെയ്യാനാണ് ഷോപ്പ് ഇടാൻ, പക്ഷെ അത് കാണത്തില്ല. ബ്യൂട്ടിഫുൾ. വെറുതെ ഇതൊക്കെ ഇത്ര ഡിമാൻഡ്. നമ്മൾ ഇതൊക്കെ തിരിച്ചെടുക്കുന്നവരാണ് മലയാളികളാണ്. ഇന്ത്യൻസ് മിസ്സാക്കാതെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതുണ്ടാവില്ല. പിന്നെ ക്ലിനിക്കൊക്കെ വന്നവരെ വന്നു പോകാം, പക്ഷെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് നടക്കില്ല. അതെ, പക്ഷെ ഇനിയിപ്പോ ഇവിടെ എവിടെയല്ലേ അത്യാവശ്യം നമ്മൾ ഈ പ്രാവശ്യം സ്കോട്ട്ലൻഡ് കവർ ചെയ്യുന്നുണ്ടല്ലോ. എല്ലായിടത്തും കവർ ആയി. പിന്നെ നമ്മൾ അന്ന് എല്ലാം ഇൻഡിവിജ്വലായിട്ട് പോയേക്കണോണ്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് രസമല്ലേ, നല്ല ഭംഗി. ഇനി ഫോട്ടോ ഒക്കെ കാണുന്ന പോലെ ഇത് ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് അടിപൊളി ഉണ്ടോ? മൗണ്ടൻ മല, മൗണ്ടൻ. ഓക്കെ, ജോഗുടിന് ഇപ്പൊ 3 വയസ്സിൽ ഇതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു.
2 മലകളിലൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു അരുവി ഇറങ്ങി വെള്ളച്ചാട്ടം പോലെ പാല് വരുന്നല്ലേ. നമ്മൾ അതിലേ പോണെന്ന് വണ്ടി അങ്ങോട്ട് പോകുന്നല്ലോ. അതിലെ മൂവി നോക്കി, അതിലെ മൂവി നമ്മള് എന്തൊരു സ്ഥലേ. അയ്യോ ഇതെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന എടുക്കണം. കാരണം ഇത്ര മൈൽ ചെന്നാൽ പിന്നെ ഓട്ടോക്കോട്ടെ എനിക്ക് ഫോൺ കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ആ വെള്ളച്ചാട്ടം എന്ത് വ്യൂ ഉണ്ട്. വെള്ളച്ചാട്ടം അടിപൊളിയാണ്. അവിടെ ഫ്രണ്ട് നിർത്താൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതികൂടെ ആൾക്കാർ എനിക്കൊരു ട്രെക്കിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു. അതിന്റെ മുകളിലേക്ക് കയറാൻ ആൾക്കാര്. എന്നാ സൂപ്പർ അല്ലേ ടമ്മി. അങ്ങനെ വീഡിയോ എടുത്ത് മറ്റേ അതിപ്പോ വെള്ളച്ചാട്ടം വരും. ഇവിടെ നിർത്താൻ പറ്റില്ല. ഇന്നലെ പിന്നെ നമ്മളെല്ലാം കവർ ചെയ്ത സ്ഥലങ്ങളായതുകൊണ്ട് എല്ലാം നമുക്ക് അറിയാവുന്നതായിരുന്നു, നേരത്തെ പോയിട്ടുള്ളത് കൊണ്ട്. എന്ത് രസമല്ലേ. നമ്മുടെ വണ്ടിക്ക് നല്ല പവർ ഉണ്ട്, അതാ പറന്ന് കയറി പോകുന്നത്. പക്ഷെ മൈലേജ് പെട്ടെന്ന് താഴ്ന്നു പോയി. നേരത്തെ വണ്ടി Young guy, you loved that. See that chase as well. You loved him. See if some guy didn't stole your only cow, starved to death, would you go to him? That's got 1,000 to give you one house, isn't it? ഇതിന്റെ പേരാണ് ഹൈലൻഡ് കൗ. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കാണണം. കറക്റ്റ് കണ്ടു. പിന്നെ ഇവിടെ കുറേ ആടുകളുമുണ്ട്. വീണ്ടും ഹൈലാൻഡ് കൗ. ആൾക്കാർ ഫീഡ് ചെയ്യുന്നുണ്ട്, പുല്ല് കൊടുക്കുന്നുണ്ട്. ഓ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതോടെ പശു ഇതാണ് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ. പക്ഷേ കോട ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഹൈക്ക് ചെയ്തിട്ട് ആൾക്കാർ പോയി കാണുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഹൈക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും വന്നിട്ട് അതെ ഹൈക്ക് ചെയ്ത് കയറി പോകുന്നുണ്ട്. വെളി ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. വണ്ടി നിർത്തടാ ചോക്കോട്ടാ. ഇനി ഞങ്ങൾ ലെൽറ്റ് വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. കുറച്ചൊരു നടക്കാനുണ്ട്, കുറച്ചേ ഉള്ളൂ. എന്താണത്? എന്താ എഴുതി വെച്ചേക്കുന്നേ? അത് ആരുടെ കാൽപ്പാടാ? ഏത് ലാംഗ്വേജാ താങ്കൾ? ആ വെള്ളച്ചാട്ടായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. കൊച്ചിനെ കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് വാ, നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ എന്ത് കാണാൻ പോവാ? ലെൽറ്റ് പറഞ്ഞേ. ലെൽറ്റ് എന്ന് പറഞ്ഞേ. ലെൽറ്റ് വ്യൂ പോയിന്റ് എന്നല്ലേ?
എന്താ ചൂത? കേട്ടോ അതിന്റെ അറ്റത്തെ ആൾക്കാരൊക്കെ കണ്ടോ? അയ്യോ അങ്ങോട്ടൊക്കെ സ്റ്റെപ്പ് വഴിയാണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. അടിപൊളി വ്യൂ ആണ്. ഞാൻ എന്താണെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അവരത്രയും വരുന്നില്ല. ഞാൻ ഇറങ്ങിയിട്ട് നല്ലൊരു വ്യൂ കാട്ടിത്തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അവരവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവർ ഫുൾ ഇറങ്ങി വന്നില്ല. ബ്യൂട്ടിഫുൾ. ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആൾക്കാരൊക്കെ താഴെ വരെ ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും പരീക്ഷിക്കുന്നില്ല. ഇപ്പം എക്സ്പെക്ട് ചെയ്യാത്തൊരു വ്യൂ ആയിരുന്നു. കാരണം ചാടും അവിടെ കാണുന്ന വെള്ളച്ചാട്ടമാണ് അങ്ങോട്ട് വളരെ ശക്തിയായിട്ട് പോകുന്നു. എന്നിട്ടിതിവിടെ ഞങ്ങൾ അടുത്ത വ്യൂ കാണാൻ വന്നതാണ്. കിൽ റോക്ക് ആൻഡ് മെൽറ്റ് ഫോൾസ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. ഇതാണ് എന്നത്തെ കിൽ റോക്സ് ആൻഡ് മെൽറ്റ് ഫോൾസ്. സ്റ്റാക്ക്. ഇതിനാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. എനിക്കിത് വെള്ളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ക്ലിയറാ. പാറയെല്ലാം കിടക്കുന്നത്, പക്ഷേ കല്ലെല്ലാം കിടക്കുന്നത് കാണാൻ പറ്റും. എവിടെ നോക്കിയാലും വളരെ മനോഹരമായതുകൊണ്ട് എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നും. ചെറിയ നാരോ റോഡായതുകൊണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇതിന്റെ പേരെന്താ? സ്റ്റാഫിനോ? സ്റ്റഫിൻ. എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. സ്റ്റാഫിൻ ബേ. സ്റ്റഫിൻ ഓർ സ്റ്റാഫിൻ ബേ. ഒരു ബീച്ചിലേക്കുള്ള വഴിയാണ്. സ്ലിപ്പ് വേ. അത് സ്ലിപ്പ് വേ ബീച്ച്. ആ വഴി ഉണ്ടാവില്ലായിരിക്കും. അയ്യോ നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര ചെറിയൊരു വെയിലൊക്കെ പോയി ക്ലൗഡിയായി. പാസിംഗ് പ്ലേസ്. ചെറിയ നാരോ റോഡായതുകൊണ്ട് പാസിംഗ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ബിവെയർ ഓഫ് ദ ബുള്ളുണ്ട് ഇവിടെ. അമ്മേ. അപ്പം ഇവിടെ ബുള്ളുണ്ട് കേട്ടോ. ബുള്ള്. ഇത് മേളിൽ ആടുണ്ട്. ബുള്ളങ്ങും വന്ന് തീർന്നു. എന്ത് രസമാണ്. അയ്യോ രണ്ട് വണ്ടികൾ പാസിംഗ് പ്ലേസിന് അവിടെ ഞങ്ങൾക്ക് 2 വണ്ടിയുണ്ട്. യൂസ് പ്ലേസ് ഫോർ 2 cars. ഇവിടെയുള്ള വീടുകളുടേതായിരുന്നു ചോദിക്കും. അവർക്ക് എന്തൊരു സീനറി ആയിരിക്കും. ഇതൊക്കെ കറക്റ്റ് സ്പേസിലായിരിക്കും, ഗ്യാപ്പിലായിരിക്കുന്നത്. കാരണം അങ്ങനെ പെട്ടെന്ന് പൊങ്ങിയിരിക്കുന്നതിനും നല്ലൊരു വ്യൂ ആയിരിക്കും. എന്ന് എഴുന്നേക്കും. നല്ലൊരു വളവ് വരുന്നുണ്ട്. ഈ വളവിൽ വണ്ടി ഫോട്ടോ എടുത്തു വീഡിയോ തരും. ആടുകൾ റെസ്റ്റ് എടുക്കുന്നു. മേളിൽ കൂടെ ഒരു ബോബുവിനെ കൊണ്ട് നടന്നുകൊണ്ട് പോകണുണ്ടോ ഒരു പുള്ളി. ആ സൈഡിലേക്ക് എന്താ രസമല്ലേ.
സ്കോട്ട്ലൻഡിലുള്ളവരെല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യണം ഐൽ ഓഫ് സ്കൈ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഐൽ ഓഫ് സ്കൈ വരുന്നത്. പക്ഷേ ഞങ്ങളുടെ ടൂർ പ്ലാനർ സൂപ്പർ ആയതുകൊണ്ട് ഞങ്ങളുടെ ടൂർ പ്ലാനർ ടൂർ പ്ലാനർ ഭയങ്കര രസമാണ്. ഭയങ്കര എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. 24 പുത്തുമരിക്കൽ ഹൗസ് കുടകച്ചിറ. നന്നായിട്ട് ടൂർ പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. വണ്ടി ഓടിക്കാൻ പറയുമ്പോൾ വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് വീഡിയോ കവർ ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റാഫിൻ ബേ ഒരു ബീച്ച് വ്യൂ ആണ്. ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് കുഴപ്പമില്ല. ഇതൊരു മ്യൂസിയമാണ്, ഐൽ ഓഫ് സ്കൈ മ്യൂസിയം. ഇത് കണ്ടോ, കല്ലൊക്കെ കെട്ടി തൂക്കിയിട്ട് നിൽക്കുന്നു. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല തണുപ്പുമുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് വന്നിട്ട്